നിയമത്തെ നമ്മൾ എതിർത്തു. ഇന്ന് നമ്മളെ കുടിവെള്ളം തരുന്നത് മുഴുവൻ പുഴകളാണ്. ആ പുഴകൾ ആരംഭിക്കുന്നത് ഒട്ടുമിക്കതും ഫോറസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന പുഴയായതുകൊണ്ട് ആ പുഴ അറബിക്കടലിൽ എത്തുന്നത് വരെയുള്ള ആ വെള്ളത്തിന്റെ അവകാശം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നതായിരുന്നു അതിലെ മറ്റൊരു വലിയ വിഷയം. അത് കൈമാറപ്പെട്ടാൽ നമുക്ക് ഇന്നിപ്പോ ഒരാൾക്കും ഒരു തുള്ളി കുടിവെള്ളം എടുക്കാൻ പോലും പുഴയിൽ നിന്ന് സാധിക്കില്ല. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പുഴകളിലെ വെള്ളമാണ്. അതിന്റെ മുകളിൽ റെസ്ട്രിക്ഷൻസ് വരും. അതിൽ നിന്ന് ഫോറസ്റ്റിന്റെ NOC വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് പോലും റേഷൻ കടയെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തുന്ന അത്രയും ജനവിരുദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു ബില്ലായിരുന്നു. അതിനെ നമ്മൾ ശക്തമായി എതിർത്തു. അതിനെ എതിർക്കുന്നതും ഇങ്ങനെ ഒരു ബില്ല് വരുന്നുണ്ട് എന്നും കേരളത്തിലെ ജനങ്ങളോട് അന്ന് ഞാനാണ് വിളിച്ചു പറയുന്നത്. ആ ബില്ല് പബ്ലിഷ് ചെയ്തില്ല, പത്രത്തിൽ പരസ്യം ചെയ്തില്ല, ജനങ്ങളോടുള്ള അതിനുള്ള പ്രതികരണം തേടിയില്ല. ഗസറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് നിയമസഭ പോലും അറിയാതെ ഒളിച്ചു കടത്തി നിയമസഭയിൽ MLA-മാർ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പാസ്സാക്കിയെടുക്കാനുള്ള നിഗൂഢമായ നീക്കത്തെ അന്ന് ആ സമരത്തിലൂടെയാണ് ഞാൻ പൊളിക്കുന്നത്. ആ സമരത്തിന്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ എത്തുമ്പോഴാണ് DFO ഓഫീസുമായി ബന്ധപ്പെട്ട മണി എന്ന് പറയുന്ന സഹോദരന്, ആദിവാസി സുഹൃത്ത്, അന്നേ ദിവസമാണ് നിലമ്പൂരിൽ ചവിട്ടിക്കൊല്ലുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത്. ആ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച ആ സമരത്തിൽ അവിടെ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂളും ഒരു ഗ്ലാസും പൊട്ടിയത് 350-550 രൂപയുടെ നഷ്ടമാണ്. അതിന്റെ പേരിൽ വലിയ അക്രമിയായി എന്നെ സ്വീകരിച്ച് രാത്രി 12 മണിക്ക് പോലീസ് ഈ വീട്ടിൽ നിന്നും എന്നെ അറസ്റ്റ് കൊണ്ട് ഈ ജയിലിലടച്ചത് നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ കണ്ട വിഷയമാണ്. ജുഡീഷ്യറിയുടെ സത്യസന്ധതയോണ്ടും അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തിയത് കൊണ്ടുമാണ് എനിക്ക് അന്ന് ജാമ്യം കിട്ടിയത്. അല്ലെങ്കിൽ മാസങ്ങൾ എന്നെ ജയിലിലിടാനുള്ള പ്ലാനായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നേരിടുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞു വന്നു. അതിന്റെ മുമ്പ് ചേലക്കര തെരഞ്ഞെടുപ്പ് നടന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ ആ വിട്ടു വന്ന സമയത്താണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി. പാലക്കാട് നമുക്കറിയാം വലിയ വിഷയമായിരുന്നു. സെക്കൻഡായി നിന്നിരുന്നത് BJP-യാണ്. BJP-യുടെ കടന്നുവരവ് തടയണമെന്നത് നിർബന്ധമാണ്. ആ നിലക്ക് UDF-ന്റെ ആ റിക്വസ്റ്റ് നമ്മൾ അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കുകയും അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മിൻഹാജ്, ഞങ്ങളവിടെ വലിയൊരു ജില്ലാ സമ്മേളനം, നിയമസഭാ മണ്ഡലത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രകടനമായി വന്ന് പാലക്കാട് സ്റ്റേഡിയത്തിന്റെ ആ സൈഡിലുള്ള ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് മിൻഹാജിനെ ഞങ്ങൾ പിൻവലിക്കുകയും UDF-ന് നമ്മൾ പിന്തുണ കൊടുക്കുകയും ചെയ്തോടെ വലിയ വോട്ടിനെ അവിടെ വിജയിച്ചു. ഞാൻ ആ വോട്ടിന്റെ അവകാശത്തിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് എന്റെ ഈ നാടിനെ പോലെ തന്നെ ബന്ധമുള്ള നാടാണ് പാലക്കാട്. അതെല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്ക് അറിയുന്നതാണ്. അവിടെ മിൻഹാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ പശ്ചാത്തലവും റാവുത്തർ ഫാമിലിയായിരുന്നു. ആ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ